ഷെഫി കൊട്ടാരത്തിൽ ഇപ്പോ എത്ര പുസ്തകങ്ങള് പബ്ലിഷ് ചെയ്തു? ഇപ്പൊ 2 പുസ്തകങ്ങള്. ആദ്യത്തെ സമാക്ഷരങ്ങളുടെ സമർപ്പണം, രണ്ടാമത്തത് പ്രണയാക്ഷരങ്ങളുടെ കിതാബ്. ഈ കാലഘട്ടത്തില് കവിതയുടെ പ്രാധാന്യം എന്താണ്? അതൊരു ജനകീയമാണോ? തീർച്ചയായിട്ടും ജനകീയമാണ്. കാരണം ഇന്നും ആളുകൾ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് വലിയൊരു സ്വീകാര്യത തന്നെയാണ്. പിന്നെ പഴയ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഉള്ള കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറെയൊക്കെ ഓൺലൈൻ റീഡിങ്ങിലോട്ട് മാറിയിട്ടുണ്ടെങ്കിലും പുസ്തകങ്ങൾ ഇന്നും ഇറങ്ങുന്നുണ്ട്, ആളുകൾ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടോ? അല്ല, ഇന്ന് കോമൺ ആയിട്ടുള്ള ആളുകളാണ് വായനയും പുസ്തകവും കുറച്ചും കൂടി എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ജനകീയമാകുന്ന അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് പുസ്തകങ്ങൾ എത്തുന്നു. വായനയെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ട് ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാർ പോലും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പോകുന്നത് ഏത് ഏജിലുള്ള ആൾക്കാരുടെ അടുത്താണെന്ന് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പോകുന്ന ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, ഏജ് ലിമിറ്റ് ഒന്നല്ല, അത്യാവശ്യം എഴുതുകയും അതുപോലെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ വായന ഇഷ്ടപ്പെടുന്ന ആളുകളും പുസ്തകങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യത്തെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടോ? പെയിൻ അല്ല, അത് നമ്മൾ അങ്ങനെ എഴുതുമ്പോ ആ പെയിൻ ഒന്ന് റിലീഫ് ചെയ്യാന്നുള്ളതാണ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത്. അപ്പൊ നമ്മളത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ ഒന്ന് റിലീഫ് ആവുന്നു എന്നുള്ളതുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെല്ലാതും നമ്മൾ കവിതയാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളത് എന്താ പറയാ, നല്ല രീതിയിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന പുസ്തകങ്ങള് അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ട്. പിന്നെ കുറെ നാള് പുസ്തകം 21 പതിപ്പ്, രണ്ടാമത്തെ പുസ്തകം ഇപ്പൊ 5ാം പതിപ്പായി. കുറെ നാളുകള് മറ്റേ എഴുത്തുകൾ മാത്രമായിരുന്നു, പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ലൈഫിലും ഒരു വ്യത്യാസമുണ്ട്. പിന്നെ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പുസ്തകങ്ങൾ ഇറക്കുന്നുള്ളൂ. കാരണം ഫസ്റ്റ് പുസ്തകം 2016, പിന്നെ അതിനുശേഷം 2024 ആണ് രണ്ടാമത്തെ പുസ്തകം വരുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസിലാണ് പുസ്തകങ്ങൾ ചെയ്യണത്. പിന്നെ ചെയ്യുമ്പോ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ വർണ്ണനകള്, അതായത് ഇപ്പൊ ഈ എഡിറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോ എഴുതുമ്പോ ചിലപ്പോ നമ്മൾ ഭയങ്കര സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്കായിരുന്നു. മലയാളത്തിലെ നമ്മള് പദപ്രയോഗങ്ങള്, അതുപോലെ തന്നെ ഗ്രാമറുകള്, എന്തിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും എന്റെ എഴുത്തിലുണ്ടാവാറുണ്ട്. അപ്പൊ അത് ആ ഗ്രാമറും അതുപോലെ തന്നെ വേർഡ്സുകള് നമുക്ക് എന്താ പറയാ, നമുക്ക് ഉള്ളിലുണ്ടാവും ഇന്നതാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ എഴുതുന്ന വേർഡ് ആയിരിക്കില്ല ചിലപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയണം. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില വേർഡ്സുകളൊക്കെ നമ്മൾ അങ്ങനെ വിട്ടുണ്ട്, അപൂർവം. പിന്നെ കൂടുതലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, പിന്നെ കവിതയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് എഡിറ്റിങ്ങിലൂടെ നടക്കണത്. ആരാധകരുണ്ടോ? കുറെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടോ ഇനി പുതിയ പുസ്തകം ഉണ്ടോ, കാര്യങ്ങളോ കൊണ്ടുപോയ ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ആരാധകരല്ല, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങള്. പ്രത്യേകിച്ച് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ, എറണാകുളം, ഓൾമോസ്റ്റ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കുറെ കണക്ഷൻസ് ഉണ്ട്. ദെൻ പുസ്തകം വന്നപ്പോ അത് കുറച്ചും കൂടി നമുക്ക് കൂടുതലായി. അപ്പൊ നമ്മളെ സൗഹൃദങ്ങളും പിന്നെ അതുപോലെ പുതിയ കുറെ സൗഹൃദങ്ങളും ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ കിട്ടി. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി നമുക്ക് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായി. പബ്ലിഷ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് ഒരു ഫ്രീഡത്തിലേക്കും കൂടി കടന്നു അല്ലേ? കുറച്ചും കൂടി ഒരു സ്വതന്ത്രമാവുന്ന ഒരു ഇതും കൂടിയും ആയി അല്ലെ? ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉള്ളിലല്ലോ. അല്ല, അതാണ് ശരിക്ക് കുറച്ചും കൂടി ഫ്രീ ആയി നമ്മൾ. തീർച്ചയായിട്ടും. പിന്നെ ഈ കവിതകളില് ഇപ്പൊ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എഴുത്തുകളിൽ മാറ്റം വരുന്നുണ്ടോ? അല്ലെങ്കിൽ മാറ്റം വരും സ്വാഭാവികമായിട്ട്. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ എന്നുള്ളതല്ല, നമ്മൾ കുറച്ചും കൂടിയും ഇപ്പൊ ഒരു പുസ്തകം ഇറക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ പേടിയാണ്. ഫസ്റ്റ് പുസ്തകം ഇറക്കുമ്പോഴും പേടിയാണ്, അത് മറ്റുള്ളവർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത്. രണ്ടാമത്തെ പുസ്തകം ഇറക്കുമ്പോൾ അതിനേക്കാളും പേടിയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടിയും
ശ്രദ്ധിക്കും കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടി സീരിയസ് ആകുമ്പോൾ നമ്മൾ വായനയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ക്യാരക്ടറിലും അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിലും ഭയങ്കര മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മൾ പഴയ പോലെ എല്ലായിടത്തും നമുക്ക് പരിചയങ്ങളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും. അവര് നമ്മളെ കാണുന്നത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ്. അപ്പൊ ആ ഒരു ഞാൻ പറയുന്നത് സ്വത്വത്തിന് ഒരിക്കലും വെടിയാൻ കഴിയില്ല. നമ്മുടെ ഒരു കവി എന്ന് പറയുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നതിന്റെ സ്വത്വത്തിന് ഒരിക്കലും നമുക്ക് കളയാൻ കഴിയില്ല. പക്ഷെ അല്ലാതെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും കാര്യങ്ങളിലും കുറച്ചും കൂടിയും നമുക്ക് കിട്ടുന്ന അതിലൂടെ കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചിന്തകളും കാര്യങ്ങളും കുറച്ചും കൂടിയും ഡെവലപ്പ് ആവാനും നമുക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനും കൂടിയാണ് അത്. അല്ലെ, വിറ്റ് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ വിറ്റ് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അത്രയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വിൽക്കുന്നത്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. പിന്നെ നമ്മളെ പുസ്തകശാല, നമ്മുടെ സുഹൃത്തിന്റെ അവര് ലൈബ്രറി മേളകളിലും എക്സിബിഷനുകളിലൊക്കെ ബുക്ക് ഫെയറുകളിലൊക്കെ അവരാണ് കൊണ്ടുപോകുന്നത്. കൂടുതലും നമ്മള് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഇപ്പൊ ഒരു 20 വർഷത്തിന് മുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് കളയാൻ പറ്റൂല. തീർച്ചയായിട്ടും അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇത് വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു സാമ്പത്തികത്തിനേക്കാളും കൂടുതലായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ സാമ്പത്തികം എന്നുള്ളത് അതൊരു രണ്ടാമത്തെ കാര്യമാണ്. നമ്മളൊരു പുസ്തകം ചെയ്തു, ഇത്ര കോപ്പി അടിച്ച് വീട്ടിൽ വെച്ചാലും നമ്മളൊരു എഴുത്തുകാരനാണ്. പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടോ? വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ്. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചില വിമർശനങ്ങൾ നമുക്ക് വളരെയധികം സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തി നമ്മളെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഇതില്ല, നിരുത്സാഹപ്പെടുത്തൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റിവ്യൂ കിട്ടിയിട്ടുള്ളത്. ഒരു ഇതെല്ലാവരും നമുക്ക് എന്താ പറയാ ഇനിയും എഴുതണം എന്നുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രാഞ്ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രാഞ്ചേട്ടൻ ചെയ്തു. പിന്നെ അതുപോലെ ഇപ്പൊ 14 സിനിമകളായി. ചെറിയ ചെറിയ വേഷങ്ങൾ. അഭിനയം ഭയങ്കര ഇഷ്ടമാണോ? ആക്ടിങ്? സിനിമ ഇഷ്ടമാണ്. അഭിനയം എന്നുള്ളതല്ല, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ, മലയാളം സിനിമകൾ മാത്രമാണോ? ഇപ്പൊ നമ്മൾ കൂടുതൽ കാണുന്ന കൊറിയൻ സിനിമകളാണ്. മലയാളം കാണും, മലയാളമാണ് ബേസിക്കലി. ഇപ്പൊ മലയാള സിനിമകള് ഒട്ടുമിക്ക സിനിമകളും വരുന്നതൊക്കെ നമ്മൾ കാണും. ഒപ്പം ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സിനിമകൾ കാണാറുണ്ട്. തമിഴ് കാണും. തമിഴ് ഒരുവിധം മലയാളത്തിനെ പോലെ തന്നെ തമിഴും കാണാറുണ്ട്. പിന്നെ ഹിന്ദി ഒക്കെ കുറവാണ്. ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ കുറവാണെന്നെങ്കിലും കാണാറുണ്ടെന്ന് മാത്രം. ചാൻസസ് ചോദിച്ചു പോവാതെ തന്നെ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല, ചോദിച്ചു പോയാൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെയാണ് സിനിമ, അങ്ങനെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഓഡിഷന് പോയി എടുക്കാറാണോ ചെയ്യാറ്? ഓഡിഷന് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഞാൻ പോയ ഇത് അങ്ങനെ ആയതുകൊണ്ടാവാം എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയി തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെ ഒരു സൗഹൃദങ്ങളും പരിചയങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ കിട്ടുന്നത്. സിനിമ അവസരങ്ങൾ ചോദിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. സിനിമ തന്നെയാണ് ആഗ്രഹം, ലക്ഷ്യം? അങ്ങനെയല്ല, സിനിമ ചെയ്ത് ജീവിക്കുന്നുള്ള അങ്ങനെയല്ല ലക്ഷ്യം എന്നുള്ള. സിനിമ ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നു. ആർട്ടിന്റെ ഒപ്പം നിലനിൽക്കുക എന്നുള്ള ഒറ്റ സംഭവമുള്ളൂ. സിനിമയ്ക്കൊപ്പം ഒരു ഭാഗത്തില് നിൽക്കാന്നുള്ളതാണ്. സിനിമ ഇഷ്ടമായതുകൊണ്ട് സിനിമയ്ക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരാളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഏതെങ്കിലും സിനിമകള്, കാര്യങ്ങള്? ഒത്തിരി ഉണ്ട് അങ്ങനെ. ഒത്തിരി സിനിമകളുണ്ട്. മലയാളത്തിലും ഒത്തിരി പേരുണ്ട്. അങ്ങനെ എടുത്തു പറയാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. ഒരു ഒട്ടുമിക്ക ആളുകളായിട്ട് നേരിട്ടൊരു പരിചയമുണ്ട്. ഒട്ടുമിക്ക എന്താ പറയാ വളരെ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. വിമർശനങ്ങള് എഴുത്തിൽ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? വിമർശനങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള വിമർശനങ്ങൾ നമ്മളുടെ നമുക്കത് വലിയൊരു എന്താ പറയാ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഭയമാണ്. മോശമായാൽ ഇവരൊക്കെ നമ്മള് ചീത്തറിയും. ശരിക്കും. അപ്പൊ നമ്മളത് ആ ഒരു ക്വാളിറ്റി നമ്മളെ എഴുത്തില് ഉണ്ടാവണം. അതല്ലെങ്കിൽ അത് ആ ക്വാളിറ്റി എന്താ പറയാ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ IT രംഗത്തിലും കാര്യങ്ങളിലും നമുക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എഴുതാൻ താല്പര്യമുള്ള, നല്ല അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിപ്പോഴും ഇതേ പേടി കൊണ്ട് തന്നെയാണ് സംഭവം പല ആൾക്കാരും പബ്ലിഷ് ചെയ്യാത്തത്. അതെന്താ വെച്ചല്ലേ, വായന ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മള് പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോ, അത്യാവശ്യം സീരിയസ്ലി വായിച്ചു തുടങ്ങുമ്പോ നമുക്ക് പിന്നെ എഴുതാൻ പേടിയാവുന്നാണ് എല്ലാരും പറയാറ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതായിരിക്കാം അവരത് ആ മേഖലയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിവ് നേടുമ്പോ
ഈ പുസ്തക പ്രകാശനത്തിലൂടെ തന്നെയായിരുന്നു പുസ്തകങ്ങൾ ഇത് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്ത് അങ്ങനെ തന്നെ ISBN ഒക്കെ എടുത്ത് നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 5ാം പതിപ്പ് കഴിഞ്ഞപ്പോ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയി. ഇനിയും കുറച്ച് പുസ്തകങ്ങൾ. ആദ്യത്തെ പാസ്പോർട്ട് ആയിരുന്നു, രണ്ടാമത്തെ പോസ്റ്റ് കാർഡ്. രണ്ടും ഡിസൈൻ തന്നെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടല്ലേ, ജനങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോ. അപ്പോ നല്ല എഴുത്തുകാരുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാള് ഒരു എന്താ പറയാ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്യാൻ അവർ മൈൻഡിൽ കുറെ ഉണ്ടായിരിക്കും. ഇന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇന്ന ജേണർ, അങ്ങനെ അവർ ഓൾമോസ്റ്റ് ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പൊ നമ്മളെ പുസ്തകങ്ങള്, നമ്മൾ പുതിയ ആളുകളാണ്, നമ്മൾ അത്ര വലിയ എഴുത്തുകാരനൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ നമ്മളെ പുസ്തകങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ്. വ്യായാമം ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്, ഇത്തിരി കുറവാണ്. അതെ, പക്ഷെ ബോഡി ഫിറ്റ് ആണ്. ബോഡി ഫിറ്റ് ആണ്, ബോഡി എപ്പോഴും ഫിറ്റ് ആണ്. അത് ഈ സ്പോർട്സിലുള്ളത് കൊണ്ടാണ്, വീൽ ചെയർ ക്രിക്കറ്റില് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമ്മൾ എല്ലാ വർഷവും പോവാറുണ്ട്. എല്ലാ വർഷവും സ്റ്റേറ്റ് പ്ലെയർ ആണ്. ഇപ്പൊ നമ്മള് കുറച്ച് ടൂർണമെന്റുകൾ കഴിഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് മന്ത് ടൂർണമെന്റ് വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ടൂർണമെന്റ്സിന് പോയിട്ട്? കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ. തീർച്ചയായിട്ടും അതാണ്. പിന്നെ നമ്മുടെ ടീം തുടങ്ങിയിട്ട് ഇപ്പൊ കേരള സ്റ്റേറ്റ് തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടുള്ളൂ. വർഷം എന്ന് പറഞ്ഞാലും നമ്മള് അതൊരു എന്താ പറയാ ക്യാമ്പും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. ദെൻ നല്ല ടീമാണ്. വേറെ എന്തൊക്കെ മേഖലകളുണ്ട്? വേറെ അനൗൺസർ ആണ് ബേസിക്കലി. എന്റെ ചെറുപ്പം തൊട്ട് നമ്മളുടെ ഒരു പ്രൊഫഷനും പാഷനൊക്കെ അനൗൺസ്മെന്റ് ആണ്. അനൗൺസ്മെന്റ് മാർക്കറ്റിംഗ് ആണ് ശരിക്കും വരുമാന മാർഗം. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ. ഓക്കെ. മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? 9544441984. എന്തായാലും പുസ്തകങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ വിളിക്കട്ടെ. അല്ല, നമ്പർ ഞാൻ എന്തായാലും കീഴ കൊടുക്കാം. അപ്പോ പുസ്തകങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. അതേപോലെ തന്നെ സിനിമ കാര്യങ്ങളില് അദ്ദേഹം ഒരു അഭിനയമോഹിയാണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പ്രാഞ്ചേട്ടറിൽ ചെറിയൊരു സീനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിന്റെ സിനിമയില് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഏതൊക്കെയായിരുന്നു? പ്രാഞ്ചേട്ടൻ, സ്പിരിറ്റ്, തിരുവമ്പാടി തമ്പാന്നൊരു പടം ഉണ്ടായിരുന്നു. ലിസമ്മയുടെ വീട്, ഇടുക്കി ഗോൾഡ്, പിന്നെ ആരോ എന്നൊരു പടം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ 2 പടം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പേര് വന്നിട്ടില്ല. അപ്പൊ എന്തായാലും സിനിമ മോഹിയാണ്. അപ്പോ സിനിമയോട് അത് ഈ പറഞ്ഞ പോലെയുള്ള സാധ്യതകൾ ഷെഫിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.